ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ ഒരു ടോപ്പിക്കായിട്ടുള്ള UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ സർവ്വരാജ്യ സഖ്യത്തിനെയും കൂടി ഉൾപ്പെടുത്തണം. അതാണ് അതിൻ്റെ ആദ്യത്തെ പാർട്ട്. അതിന് ശേഷം ഉണ്ടായതാണ് ഐക്യരാഷ്ട്ര സംഘടന. അതിനെയും കൂടി ഉൾപ്പെടുന്നുണ്ട്. ഇതൊരു അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്നുള്ള എക്സാമിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ എല്ലാ PSC എക്സാമുകൾക്കും ചോദിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തത് സർവ്വരാജ്യസഖ്യം. അപ്പോൾ സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത് 1920 ആസ്ഥാനം ജനീവയാണ്. അപ്പോൾ സ്ഥാപക അംഗസംഖ്യ 42. അപ്പോൾ സർവ്വരാജ്യസഖ്യം നിലവിൽ വന്നത് 1920, ആസ്ഥാനം ജനീവ, അവരുടെ അംഗസംഖ്യ 42. ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനയാണ്, ഒരു സമാധാന സംഘടനയാണ് സർവ്വരാജ്യസഖ്യം. അപ്പോൾ സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വച്ചത് വുഡ്രോ വിൽസൺ ആണ്. 14 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനമാണ് 1919 പാരീസ് സമ്മേളനം. അപ്പോൾ സർവ്വരാജ്യസഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ 14 നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വ്യക്തിയാണ് വുഡ്രോ വിൽസൺ. സർവ്വരാജ്യസഖ്യത്തിൻ്റെ നിയമസംഹിത ഒപ്പുവെക്കുന്നത് 1919 ജൂൺ 28. സർവ്വരാജ്യസഖ്യത്തിൻ്റെ പ്രഥമ സെക്രട്ടറിയാണ് സർ ജെയിംസ് എറിക് ഡ്രമ്മണ്ട്. ഒന്നാം ലോക യുദ്ധകാലത്ത് സർവ്വരാജ്യസഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നതാണ് സീൻ ലെസ്റ്റർ. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ആദ്യത്തെ സമ്മേളന വേദിയാണ് പാരീസ്. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻറ്റ്. സർവ്വരാജ്യസഖ്യത്തിൻ്റെ ലക്ഷ്യം രണ്ടാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാവാതെ തടയുക. സർവ്വരാജ്യസഖ്യം അങ്ങനെ പിരിച്ചുവിട്ട വർഷം എപ്പോഴാണ്? 1946 ഏപ്രിൽ 20. ഇവയുടെ ഘടകങ്ങളെന്ന് പറയുമ്പം കൗൺസിൽ, അസംബ്ലി, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനകൾ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പോൾ എന്തൊക്കെയാണ്? 1 സമിതി, 2 സഭ, 3 സെക്രട്ടേറിയറ്റ്, 4 അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, 5 അന്തർദേശീയ നീതിന്യായ കോടതി. ഇത്രയും സംഭവങ്ങളാണ് സർവ്വരാജ്യസഖ്യത്തിൻ്റെ എന്ന് പറയാനുള്ളത്. സമിതി, സഭ, സെക്രട്ടേറിയറ്റ്, തൊഴിലാളി സംഘടനകൾ, നീതിന്യായ കോടതി. ഈ സർവ്വരാജ്യസഖ്യം പരാജയപ്പെടാനുണ്ടായ കാരണം: 1. USA, USSR, ജർമ്മനി എന്നീ പ്രബല ശക്തികൾ ഈ സഖ്യത്തിൻ്റെ ഭാഗമായില്ല. 2. ജർമ്മൻ നേതാവായ ഹിറ്റ്ലറുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ തടയാൻ കഴിഞ്ഞില്ല. 3. സഖ്യത്തിൻ്റെ തീരുമാനം നടപ്പാക്കാൻ പോകുന്ന ഒരു സൈന്യം ഇല്ലായിരുന്നു. ഇനി നമുക്ക് നേരെ ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോവാം. UNO ആണ്. അപ്പോൾ സ്ഥാപിച്ചത് 1945 ഒക്ടോബർ 24. ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ. യൂറോപ്യൻ ആസ്ഥാനം ജനീവ ആണ്. അംഗസംഖ്യ 193. ഒക്ടോബർ 24, 1945. ആസ്ഥാനം ജനീവയാണ്. അംഗസംഖ്യ 193. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ച നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ആണ്. അന്താരാഷ്ട്ര സംഘടന എന്ന ലക്ഷ്യത്തോടുകൂടെ സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളുടെ മോസ്കോ കോൺഫറൻസ് നടന്നതാണ് 1943 ഒക്ടോബർ നവംബർ മാസത്തിൽ. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് യാൾട്ട കോൺഫറൻസ്. അതായത് യുക്രൈനിൽ നടന്നിട്ടുള്ള യാൾട്ട കോൺഫറൻസ് ആണ്. അപ്പോൾ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത നേതാക്കളാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ. ഇപ്പോൾ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്തവരാണ് റൂസ്വെൽറ്റ്, ചർച്ചിൽ, സ്റ്റാലിൻ. യുണൈറ്റഡ് നേഷൻ എന്നൊരു പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ എന്നൊരു പേര് കൊടുത്തത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. ഇപ്പോൾ UN ചാർട്ടറിൽ രൂപം നൽകിയ സമ്മേളനം വാഷിങ്ടൺ DC-യിലെ ഡംബാൾട്ടൺ ഓക്സിലാണ്. UN ചാർട്ടറിന് രൂപം കൊടുത്തത് വാഷിങ്ടൺ DC-യിലെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. UN ചാർട്ടർ ഒപ്പുവെച്ച സമ്മേളനമാണ് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. അപ്പോൾ 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ 50 രാജ്യങ്ങളാണ് UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. എന്നാൽ UNO സ്ഥാപകാംഗങ്ങളുടെ എണ്ണം 51 ആണ്.
അപ്പോൾ UN ഭരണഘടന അറിയപ്പെടുന്നത് UN ചാർട്ടർ എന്നുള്ള പേരിലാണ്. അപ്പോൾ UN ചാർട്ടർ ഒപ്പുവെക്കുന്നത് 1945 ജൂൺ 26-നാണ്. അപ്പോൾ UN ചാർട്ടറിൻ്റെ ആമുഖം തയ്യാറാക്കിയതാണ് ഫീൽഡ് മാർഷൽ സ്മട്ട്സ്. അപ്പോൾ UN ചാർട്ടർ ഒപ്പുവെക്കുന്നത് 1945-ലാണ്, 1945 ജൂൺ 26. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരാണ്? രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ്. UN-ൽ അംഗമല്ലാത്ത ഏക ഏഷ്യൻ രാജ്യം തായ്വാൻ. UN-ൽ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാൻ. UN-ൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം തായ്വാൻ. UN-ൽ നിന്നും പുറത്താക്കപ്പെട്ട രണ്ടാമത്തെ രാജ്യമാണ് യുഗോസ്ലോവിയ. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സെക്രട്ടറി ജനറലായി നിയമിതനായത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ്. അപ്പോൾ UN-ൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദക്ഷിണ സുഡാൻ വരുന്നുണ്ട്. 192-ാമത്തെ രാജ്യമാണ് മോണ്ടിനെഗ്രോ. 191 കിഴക്കൻ തിമോർ. 190 സ്വിറ്റ്സർലൻഡ്. ഇവയൊക്കെയാണ്. UN ചാർട്ടർ നിലവിൽ വന്ന തീയതി 45 ഒക്ടോബർ 24. ഇന്ത്യ UN-ൽ ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30-നാണ്. UN-ൻ്റെ ആദ്യ സമ്മേളന വേദി ലണ്ടനിലാണ്. UN-ൻ്റെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20-നാണ്. UN-ൻ്റെ പതാക നിലവിൽ വന്നത് 1947 ഒക്ടോബർ 20-നാണ്. ഇപ്പോൾ UN പതാകയുടെ നിറം എന്താണ്? ഇളം നീല നിറമാണ്. ഇളം നീല നിറമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണ്? ഇത് നിങ്ങളുടെ ലോകം എന്നാണ്. ഇത് നിങ്ങളുടെ ലോകം. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹ്യ സമിതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ്, പരിരക്ഷണ സമിതി. അങ്ങനെ 6 വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇവയൊക്കെയാണ്. ഇനി UN-ൽ ഇന്ത്യ അംഗത്വം എത്രാമത്തെ രാജ്യമായാണ് ഇന്ത്യ അംഗത്വം എടുത്തത്? 29-ാമത്തെ രാജ്യമാണ്. 29. ഇനി നെക്സ്റ്റ് ഓരോ ഘടകങ്ങളെക്കുറിച്ച് നോക്കാം. പൊതുസഭ ഒന്നാമത്തത്. അപ്പോൾ UN-ൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. ലോക പാർലമെൻറ്റ് എന്ന വിശേഷണമുള്ളത് പൊതുസഭയ്ക്കാണ്. വാക്ക് ഫാക്ടറി എന്ന പരിഹാസപ്പേരിൽ അറിയപ്പെടുന്നതും പൊതുസഭയാണ്. ലോകത്തിൻ്റെ സമ്മേളന നഗരിയാണ് UN കാര്യവിചാരസഭ. ഇതെല്ലാം പൊതുസഭയാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. UN-ലെ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക UN ഘടകമാണ് പൊതുസഭ എന്നുള്ളത്. അപ്പോൾ UN പൊതുസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന 2/3 ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ഇനി പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് ലണ്ടനിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. പൊതുസഭയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ 1-ന് ശേഷമുള്ള ആദ്യത്തെ ചൊവ്വാഴ്ച മുതൽ 2 ആഴ്ച വരെയാണ്. ഇനി രക്ഷാസമിതി. അപ്പോൾ രക്ഷാസമിതി എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനവും ശക്തവുമാണ് രക്ഷാസമിതി. UN-ൻ്റെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? രക്ഷാസമിതിയാണ്. UN-ൻ്റെ ഭരണനയം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രക്ഷാസമിതിയാണ്. രാജ്യത്തിൻ്റെ അംഗത്വം നൽകാനുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നതും അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവയെല്ലാം ഉറപ്പാക്കുന്നതും രക്ഷാസമിതിയാണ്. രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946-ലാണ്. രക്ഷാസമിതിയിലെ അംഗസംഖ്യ 15 ആണ്. രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. UN രക്ഷാസമിതിയിലെ അസ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് 10 ആണ്. അസ്ഥിരാംഗങ്ങളുടെ കാലം 2 വർഷമാണ്. 2 വർഷം. രക്ഷാസമിതിയിലെ P5 രാഷ്ട്രങ്ങൾക്കുള്ള പ്രത്യേക അധികാരമാണ് വീറ്റോ അധികാരം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക സാമൂഹ്യ സമിതി. അപ്പോൾ UN-ൻ്റെ പ്രത്യേക ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് സാമ്പത്തിക സാമൂഹ്യ സമിതി. അപ്പോൾ UN-ൻ്റെ ഘടകങ്ങളെയും അനുബന്ധ ഏജൻസികളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് എന്താണ്? സാമ്പത്തിക സാമൂഹ്യ സമിതിയാണ്. അപ്പോൾ സാമ്പത്തിക സാമൂഹ്യ സമിതിയിലെ അംഗസംഖ്യയാണ് 54. ഇനി അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അംഗരാജ്യങ്ങളുടെയും UN ഏജൻസിയുടെയും നിയമപ്രശ്നങ്ങൾക്ക് ഉപദേശം നൽകുന്നതാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഐക്യരാഷ്ട്രസഭയുടെ നീതിന്യായ കോടതി വിഭാഗമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഹേഗിലാണ്. ഹേഗ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. അപ്പോൾ UN-ൻ്റെ പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അപ്പോൾ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് 1979 ഡിസംബർ 18-ന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീ വിവേചന നിവാരണ പരിപാടി.
അപ്പോൾ കോടതിക്ക് യുക്തമെന്ന് തോന്നുന്ന ഏത് രാഷ്ട്രത്തിൽ വെച്ചും സമ്മേളിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് അധികാരമുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അത് 15 ജഡ്ജിമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 15. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? സെക്രട്ടേറിയറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ UN-ൻ്റെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൻ്റെ അധിപൻ ആരാണ്? സെക്രട്ടറി ജനറലാണ്. അപ്പോൾ രക്ഷാസമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പൊതുസഭയാണ് സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത്. സെക്രട്ടറി ജനറലിൻ്റെ ഭരണകാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. സെക്രട്ടറി ജനറലിൻ്റെ ഔദ്യോഗിക വസതിയാണ് മാൻഹാട്ടനിലെ സട്ടൺ പ്ലേസ്. ഇനി പരിരക്ഷണ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ UN-ൻ്റെ കാലഹരണപ്പെട്ട പ്രധാനപ്പെട്ട ഘടകമാണ് പരിരക്ഷണ സമിതി. UN-ൻ്റെ കീഴിലുള്ള ട്രസ്റ്റി പ്രദേശങ്ങളുടെ ഭരണം നിയന്ത്രിക്കുന്നതാണ് പരിരക്ഷണ സമിതി. എത്ര രാഷ്ട്രങ്ങളിലാണ് ഇത് ഉണ്ടായിരുന്നത്? 11 രാഷ്ട്രങ്ങളാണ്. ഏറ്റവും ഒടുവിൽ പരിരക്ഷണ സമിതിയിൽ നിന്ന് വിട്ടുപോയ രാജ്യം ഏതാണ്? പലാവു ആണ് പറയുന്നത്. പലാവു. അപ്പോൾ UN-ൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ്. UN-ൻ്റെ പ്രഥമ സെക്രട്ടറി ജനറലാണ് ട്രിഗ്വേലി. യൂറോപ്യൻകാരന് ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ്. അപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ്. സ്ഥാനം രാജിവെച്ച ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികളാണ്. അതിലൊന്നാണ് IAEA, അതായത് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി. സ്ഥാപിതമാവുന്നത് 1957 ജൂലൈ 29 ആസ്ഥാനം എവിടെയാണ്? വിയന്നയാണ്. അംഗസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 168. പിന്നെ നെക്സ്റ്റ് അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ IMF നിലവിൽ വന്നത് 1945 ഡിസംബർ 27 പ്രവർത്തനം ആരംഭിക്കുന്ന 1947 മാർച്ച് 1 അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിങ്ടൺ. അംഗസംഖ്യ 189. ഇനി IBRD ഇൻ്റർനാഷണൽ ബാങ്ക് ഓർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ 45 ഡിസംബർ 27 അപ്പോൾ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടണിലാണ്. ഇനി ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല എന്ന് പറയുന്നത് കോസ്റ്റാറിക്ക. ഇനി ILO അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന സ്ഥാപിതമാവുന്നത് 1919. ആസ്ഥാനം എവിടെയാണ്? അത് ജനീവയിലാണ് ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. UN-ൻ്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി ഒന്നാണ് സെയ്ദ് അക്ബറുദ്ദീനാണ്. പൊതുസഭയുടെ അധ്യക്ഷയെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഏക ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കൗറാണ്. ഇനി UN അണ്ടർ സെക്രട്ടറിയെ നിയമിതനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ശശി തരൂർ. UN പബ്ലിക് ഇൻഫർമേഷൻ മേധാവി പ്രവർത്തിച്ച കേരളീയനാണ് ശശി തരൂർ. പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മാതാ അമൃതാനന്ദമയ്യാണ്. പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ സംസാരിച്ചത് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. രണ്ടാമത് വന്ന് നരേന്ദ്രമോദി. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്റായി നിയമിതനായ ആദ്യത്തെ ഏഷ്യക്കാരനാണ് VN കൗൾ. പൊതുസഭയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളിയാണ് VK കൃഷ്ണമേനോൻ. UN പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയതാണ് MS സുബ്ബലക്ഷ്മി. UN പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രമാണ് ലഗേ രഹോ മുന്ന ഭായ്. ഇന്ത്യൻ പാർലമെൻറ്റ് യൂണിയൻ്റെ ആജീവനാന്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയായിരുന്നു നജ്മ ഹെപ്തുള്ള. UN പൊതുസഭയിൽ പ്രസംഗിക്ക വഴി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് യുഗരത്ന. അടുത്തത് WTO ആണ് മറ്റൊന്ന്. അപ്പോൾ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 വരുന്നത്. 1995 ജനുവരി 1 ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. അടുത്ത് നമ്മൾ പറയുന്നത് യുനിസെഫ്, അതായത് യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നുള്ളതാണ് യുനിസെഫിൻ്റെ ഫുൾ ഫോം. യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. 1946 ഡിസംബർ 11 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആസ്ഥാനം എവിടെയാണ്? യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ്.
ശിശുക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് യുനിസെഫ് എന്ന് പറയുന്നത്. അപ്പോൾ യുനിസെഫ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രത്യേക ഏജൻസിയായി വന്ന വർഷമാണ് 1953. ഇനി നെക്സ്റ്റ് UNDP, അതായത് യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ആസ്ഥാനം ന്യൂയോർക്കിലാണ്. UNDPയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. ഇനി FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമാവുന്നത് 1945 ഒക്ടോബർ 16 ഇപ്പോൾ FAO അവരുടെ ആപ്തവാക്യം എന്താണ്? ലെറ്റ് ദർ ബി ബ്രെഡ്, ലെറ്റ് ദർ ബി ബ്രെഡ്. അപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോമാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോമാണ്. അടുത്ത യുണൈറ്റഡ് നാഷണൽ എൻവറോൺമെൻറ്റ് പ്രോഗ്രാം UNEP, യുണൈറ്റഡ് നാഷൻ എൻവറോൺമെൻറ്റ് പ്രോഗ്രാം എവിടെയാണ് ആസ്ഥാനം? നെയ്റോബിയിലാണ്. UNEPയുടെ ആസ്ഥാനം നെയ്റോബി. സ്ഥാപിതമാവുന്നത് 1972. അടുത്തത് IMO, അന്താരാഷ്ട്ര മാരിടൈം സംഘടന. IMO 1948 മാരിടൈം സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ലണ്ടനിലാണ്. അടുത്തത് യുനെസ്കോ, യുണൈറ്റഡ് നാഷൻ എഡ്യൂക്കേഷണൽ സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. എന്താണ്? യുനെസ്കോ, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷണൽ സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ 45 നവംബർ 16 ആസ്ഥാനം പാരീസിലാണ്. പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? അത് പാരീസിലാണ്. ഇനി അടുത്തത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ UNCHR. അതിൻ്റെ സ്ഥാപിതമാവുന്ന 46 ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ജനീവ.